ജനുവരി 3 മുതൽ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകുമെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ പ്രവർത്തകർക്ക് അടുത്ത ഡോസ് നൽകും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. पंद्रह साल से 18 साल की आयु के बीच के जो बच्चे हैं, अब उनके लिए देश में वैक्सीनेशन प्रारंभ होगा. 2022 में 3 जनवरी को सोमवार के दिन से इसकी शुरुआत की जाएगी. ये फैसला कोरोना के खिलाफ देश की लड़ाई को तो मजबूत करेगा ही, स्कूल कॉलेजों में जा रहे हमारे बच्चों की और उनके माता पिता की चिंता भी कम करेगा. കോവിഡ് ഭീഷണി നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമെന്നും ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി. कि पैनिक न करें, हाँ सावधान रहे, सतर्क रहे. हमारी इनोवेटिव स्पिरिट भी बढ़ रही है. आज देश के पास 18 लाख आइसोलेशन बेड्स हैं, 5 लाख ऑक्सीजन सपोर्टेड बेड्स हैं, 1,40,000 आईसीयू बेड्स हैं. आईसीयू और नॉन आईसीयू बेड्स को मिला दें तो 90,000 बेड्स विशेष तौर पर बच्चों के लिए भी हैं. आज देश में 3,000 से ज्यादा पीएसए ऑक्सीजन प्लांट्स काम कर रहे हैं. 4 लाख ऑक्सीजन सिलेंडर्स देश भर में दिए गए हैं. राज्यों को जरूरी दवाओं की बफर डोज तैयार करने में सहायता की जा रही है. KP അഭിലാഷായിരുന്നു. അഭിലാഷ്, പ്രധാനമന്ത്രി പറഞ്ഞതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം? അഭിലാഷ്, കേൾക്കാമോ? ഒമിക്രോൺ ഭീഷണി നേരിടാൻ രാജ്യം സജ്ജമാണ്. കുട്ടികൾക്കായി വാക്സിൻ തയ്യാറാകുന്നു എന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഒമിക്രോണിൽ ആശങ്ക വേണ്ട, ജാഗ്രതയും കരുതലും വേണ്ട സമയമാണ്. ലോകരാജ്യങ്ങളിലെല്ലാം ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. KP അഭിലാഷായിരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് പ്രധാനമായും പ്രധാനമന്ത്രി പറഞ്ഞത്? ധന്യ, രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ചുവടുകൂടി മുന്നോട്ട് വെക്കുകയാണ്. പ്രത്യേകിച്ച് പുതുവത്സര ആഴ്ചയിൽ തന്നെ കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുന്നു. 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. ജനുവരി 3-നാണ് വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കുക. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിന് ഭാരത് ബയോടെക്കിന് അനുമതി നൽകിയതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്. കോവിഡ് പ്രതിരോധ രംഗത്ത് രാജ്യം ഒട്ടേറെ വളരെ മുന്നേറിയിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ 141 കോടി ഡോസ് വാക്സിനുകളാണ് വിതരണം ചെയ്തത്. 90% ജനങ്ങളും വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് 18 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള 90% ആളുകളും ഇപ്പോൾ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ലോകം ഒമിക്രോൺ വ്യാപനത്തിന്റെ ഭീതിയിലാണ്. ഇതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. 18 ലക്ഷത്തോളം ഐസൊലേഷൻ ബെഡുകൾ ആണ് രാജ്യത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. 5 ലക്ഷത്തോളം ഓക്സിജൻ സപ്പോർട്ട് ബെഡുകളും രാജ്യത്തുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. 1.4 ലക്ഷം ICU ബെഡുകൾ ഇപ്പോൾ രാജ്യത്ത് നിലവിലുണ്ട്. 90,000 പീഡിയാട്രിക് ICU ബെഡുകൾ ആണ് രാജ്യത്ത് ഉള്ളത്. ഇത്തരത്തിൽ കുട്ടികൾക്ക് രോഗവ്യാപനം ഉണ്ടായാൽ അത് തടയുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. 4 ലക്ഷത്തോളം ഓക്സിജൻ സിലിണ്ടറുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതിനോടകം തന്നെ വിതരണം ചെയ്തതായും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ബൂസ്റ്റർ ഡോസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ബൂസ്റ്റർ ഡോസുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കും നൽകുന്നത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക്
ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനി കോവിഡുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡോസുകൾ നൽകേണ്ടതുണ്ട് എങ്കിൽ അക്കാര്യങ്ങൾ തീരുമാനമെടുക്കുക എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ധന്യ, ഈ ഒമിക്രോണിൽ എന്തൊക്കെ മുൻകരുതലുകളും എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി ശ്രദ്ധിക്കാൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അഭിലാഷ്? തന്നെ രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഔദ്യോഗിക കണക്ക് പ്രകാരം 415 ഒരുപക്ഷെ വിവിധ സംസ്ഥാനങ്ങളുടെ ഒമിക്രോൺ കണക്കുകൾ ഇനിയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കണക്ക് നാളെ പുറത്തു വരുമ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നത്. ഈ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സംഘത്തെ കേരളം ഉൾപ്പെടെ ഒമിക്രോൺ വ്യാപനം രൂക്ഷമായിരിക്കുന്ന 10 സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ രോഗനിർണയം, വാക്സിനേഷൻ എത്രത്തോളം ഊർജിതമാക്കണം, രോഗവ്യാപന മേഖലകളിൽ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേന്ദ്ര സംഘം ആയിരിക്കും പ്രധാനമായും തീരുമാനിക്കുക. സംസ്ഥാനങ്ങളെയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനം ആണ് ഇന്നലെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ വേണം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൂടി മനസ്സിലാക്കാൻ. രാജ്യത്തെ മൊത്തം കണക്കുകളാണ് അദ്ദേഹം അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അത് പ്രകാരമാണ് 18 ലക്ഷത്തോളം ഐസൊലേഷൻ ബെഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. 5 ലക്ഷത്തോളം ഓക്സിജൻ സപ്പോർട്ട് ലഭിക്കുന്ന ബെഡുകൾ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ നമുക്കറിയാം, കോവിഡിന്റെ 2ാം തരംഗത്തിൽ വലിയ തോതിൽ വിമർശനം നേരിട്ട ഒന്നായിരുന്നു ഓക്സിജന്റെ ലഭ്യതക്കുറവ്. പല സംസ്ഥാനങ്ങളും പരാതികൾ ഉന്നയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ആ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 4 ലക്ഷം ഓക്സിജൻ സിലിണ്ടറുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഒമിക്രോൺ വ്യാപനത്തെ സംബന്ധിച്ച് വിദഗ്ധർ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇപ്പോൾ നൽകുന്നത്. ഒരുപക്ഷെ ജനുവരി അവസാനത്തോടുകൂടി രോഗവ്യാപനം രൂക്ഷമായേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ ജനുവരി അവസാനത്തോടെ ഒമിക്രോൺ വ്യാപനം എന്ന തരത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള സ്ഥിരീകരണങ്ങളോ നിരീക്ഷണങ്ങളോ നടത്തുന്നില്ല. പക്ഷേ ആശ്വാസകരമാകുന്ന ഒന്ന്, ഒമിക്രോൺ രോഗികളിൽ 90% രോഗികളും ലക്ഷണങ്ങൾ പോലും കാണിക്കാറില്ല എന്നുള്ളതാണ്. പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് ഒമിക്രോൺ വേരിയന്റ് ആണ് ഇവർക്ക് എന്ന് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ വ്യാപനശേഷി ഡെൽറ്റ വകഭേദത്തെക്കാൾ 5 ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ രോഗം പടരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് പുതുവത്സര ആഘോഷ സമയം കൂടിയാണ്. വിവിധ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ആഘോഷങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും വ്യാപന തോത് വളരെ കൂടുതലാണ് എന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ളവയുടെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക, അതോടൊപ്പം തന്നെ രോഗവ്യാപനം കൂടുതലായി കാണുന്ന പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് വൈദ്യസഹായം എത്തിക്കുക, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായി മാറും. കാരണം ആരോഗ്യ പ്രവർത്തകർക്ക് പോലും ഈ രോഗവ്യാപനത്തെ തടഞ്ഞു നിർത്താനാവില്ല. അവരിലേക്കും വളരെ വേഗം ഈ വ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രോഗത്തെ പ്രതിരോധിക്കുക, ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നതിന് കേന്ദ്ര സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഈ കുട്ടികൾക്കുള്ള വാക്സിൻ അതെങ്ങനെയാകും നൽകുക? സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വാക്സിൻ ശേഖരമുണ്ടെങ്കിൽ പോലും സംസ്ഥാനങ്ങൾക്ക് അത്രയും വാക്സിൻ എത്തിയിട്ടുണ്ടോ? ഏത് തരത്തിലായിരിക്കും അത് സജ്ജീകരിക്കുക എന്നാണ് അറിയുന്നത്? ധന്യ, നിലവിൽ കുട്ടികളുടെ വാക്സിനേഷന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയാണ് അനുമതി നൽകിയിട്ടുള്ളത്. 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഭാരത് ബയോടെക്കിന് അനുമതി നൽകി എന്ന തരത്തിലായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. നേരത്തെ തന്നെ ഡ്രഗ്സ് റെഗുലേറ്ററുടെ സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയിരുന്നു. 2ഉം 3ഉം പരീക്ഷണ ഘട്ടങ്ങൾ പൂർണ്ണമായും വിജയമായിരുന്നു. 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ആയിരുന്നു ആദ്യ പരീക്ഷണം നടത്തിയത്. പിന്നീട് 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിലും 2 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലും വാക്സിൻ ഫലപ്രദം എന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴും 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് അടിയന്തര അനുമതി നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ നേരത്തെ മുതിർന്നവർക്ക് എപ്രകാരമാണോ വിതരണം ചെയ്തിരുന്നത് വാക്സിൻ, അതേ രീതിയിൽ തന്നെയായിരിക്കും വാക്സിൻ വിതരണം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ മുതിർന്നവർക്ക് നൽകുന്ന വാക്സിൻ വിതരണത്തിന്റെ അതേ നിലയിൽ പ്രധാനപ്പെട്ട വാക്സിനേഷൻ കേന്ദ്രങ്ങളിലേക്ക് വാക്സിൻ ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് എത്തിക്കുക, അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടി വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് മാനദണ്ഡം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനുവരി 3 ആരംഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ എല്ലാ നടപടിക്രമങ്ങളും
പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അഭിലാഷ്, ഒന്ന് തുടരാമോ? ഡോക്ടർ പത്മനാഭ ഷേണായി ചേരുന്നുണ്ട്. ഡോക്ടർ, 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഒമിക്രോൺ, അത് വലിയ ജാഗ്രത വേണം. അതുപോലെ DNA വാക്സിൻ ഇന്ത്യയിൽ എത്തുന്നു, ബൂസ്റ്റർ ഡോസ് നൽകുന്നു ആരോഗ്യ പ്രവർത്തകർക്ക്. മറ്റൊന്ന്, കുട്ടികൾക്ക് 15 മുതൽ 18 വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ അത് സ്കൂളുകൾ വഴി നൽകി തുടങ്ങാം ജനുവരി 3 മുതൽ എന്നുള്ള പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കൾ ഇത് കേട്ടിട്ട് നമുക്ക് ഒമിക്രോണിന്റെ കാര്യത്തിൽ എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതി? ജനുവരി അവസാനമാകുമ്പോഴേക്കും വലിയ രീതിയിൽ ഇത് വ്യാപിക്കും എന്നൊക്കെയാണ്. അതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇല്ല, കേസുകൾ ജനുവരി അവസാനം ഒമിക്രോൺ വരുമ്പോൾ കൂടുമെന്നുള്ളതിൽ സംശയമില്ല. എത്രത്തോളം കൂടും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, അതിലെത്രമാത്രം ആളുകൾക്ക് അസുഖം തീവ്രമാകും, എത്ര പേര് മരണപ്പെടും എന്നൊരു രണ്ടാമത്തെ ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു കേസുകൾ കൂടുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല. പക്ഷേ കേസുകൾ അവരെ സിക്കാകാനും അവർക്ക് മരണത്തിലേക്ക് നയിക്കാനുമുള്ള സാധ്യത കുറച്ച് കുറവായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് അസുഖം വന്നു പോയിട്ടുണ്ട്. അതുകൂടാതെ അവർക്ക് നല്ല രീതിയിൽ വാക്സിൻ കിട്ടിയിട്ടുമുണ്ട്, നല്ലൊരു ശതമാനത്തിന്. അതുകൊണ്ട് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് ഇന്ത്യയിൽ അസുഖം തീവ്രമാകുന്നത് മറ്റു സ്ഥലങ്ങളെക്കാളും കുറയാനാണ് സാധ്യത. പക്ഷേ നമ്മൾ നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ 60 വയസ്സിന് മുകളിലുള്ളവര് അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള, അതായത് ഇമ്മ്യൂണിറ്റിക്ക് കുറച്ച് കുറഞ്ഞ ആളുകൾ, അവർക്ക് 3ാം ഡോസ് കൊടുക്കുന്നതിൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി WHO പോലും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇമ്മ്യൂണോ സപ്രസ്ഡ് ആളുകൾക്ക്, അതായത് പല അവയവം മാറ്റി വെച്ച് മഴയുള്ളവർ, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളവര്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവര്, അവർക്ക് 2 ഡോസ് വാക്സിൻ എടുത്താൽ അതിനോടൊരു ഫലപ്രാപ്തി കിട്ടുന്നില്ല എന്നുള്ള പഠനങ്ങൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു 3ാമത്തെ ഡോസ് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അതൊരു നല്ല നീക്കമാണ്. കാരണം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ബൂസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഒമിക്രോൺ വരാനുള്ള സാധ്യത കുറച്ച് കുറയും. അപ്പോൾ ഒമിക്രോൺ അങ്ങനെ എന്തെങ്കിലും, അപ്പോൾ ഒമിക്രോൺ വേവ് വന്നാൽ തന്നെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വേണ്ട ആളുകൾ ഉണ്ടായിരിക്കും. ആ ബൂസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് അസുഖം പിടിപെടാത്തതുകൊണ്ട് അവർക്ക് ചികിത്സിക്കാനും മറ്റുള്ളവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താനുമുള്ള ഒരു സാധ്യത കൂടും. 4ാമത്തെ കാര്യം കുട്ടികളുടെ കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ഡേറ്റ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1000-2000 താഴെ കുട്ടികളുടെ പഠനം മാത്രമേ നമുക്ക് നടത്തിയിട്ടുള്ളൂ. അപ്പൊ അത് ഒമിക്രോൺ വരെ എത്രമാത്രം ഈ കോവാക്സിൻ ആണെങ്കിലും ടൈക്കോവിഡി ആണെങ്കിലും ഫലപ്രദമാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചൊന്നും പഠനങ്ങൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ പഠന റിപ്പോർട്ട് വരുമായിരിക്കും. അപ്പോഴാണ് ഈ വാക്സിനേഷൻ തുടങ്ങാനും ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ ഡേറ്റ ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കുട്ടികൾ കൊടുക്കുന്നതുകൊണ്ട് സേഫ്റ്റി കൺസേൺസ് കാര്യമായിട്ടില്ല. അവർക്ക് സേഫ് ആണ് കുട്ടികൾക്ക്. പക്ഷെ അതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച്, എസ്പെഷ്യലി ഒമിക്രോണിനെതിരെയുള്ള ഫലപ്രാപ്തിയെക്കുറിച്ച് ഇനിയും ഡേറ്റ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി, നന്ദി ഡോക്ടർ. താങ്ക് യു. ജനുവരി 3 മുതലാണ് 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആരോഗ്യ പ്രവർത്തകർക്ക് അടുത്ത ഡോസ് വാക്സിൻ കൂടി നൽകും. കോവിഡ് ഭീഷണി നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ കുട്ടികളുടെ വാക്സിൻ കാര്യത്തിലാണ് ബാക്കിയുള്ള കുട്ടികൾക്ക് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ പഠനങ്ങൾ നടക്കുന്ന സ്ഥിതിക്ക് 15 മുതൽ 18 വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്നതിൽ നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോഴും പറഞ്ഞത് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ്. ഇപ്പോൾ ഒമിക്രോണിനെ പ്രതിരോധിക്കാൻ എത്രത്തോളം ശേഷിയുണ്ട് എന്നതിലാണ് ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അക്കാര്യത്തിൽ എന്താണ് കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? ധന്യ, സാധാരണ നിലയിൽ ഒരു വാക്സിൻ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടാൽ പോലും 6-7 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ വാക്സിന് അനുമതി നൽകുക. എന്നാൽ കോവിഡിന്റെ കാര്യത്തിൽ നമുക്കറിയാം, മുതിർന്നവർക്ക് ഉൾപ്പെടെ അടിയന്തര അനുമതിയാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് കുട്ടികളിലെ പരീക്ഷണങ്ങളും തുടരുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങളാണ് ഇതിൽ പാസ്സാകേണ്ടത്. അതിൽ ഒന്ന് ഡ്രഗ് റെഗുലേറ്ററുടെ സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അനുമതി എന്നുള്ളതാണ്. അതിനുശേഷം അന്തിമമായ അനുമതി നൽകുന്നത് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. നേരത്തെ തന്നെ സബ്ജക്ട് കമ്മിറ്റി നിരവധി വാക്സിനുകൾക്ക് അനുമതി നൽകിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോവാക്സിൻ എന്ന വാക്സിന് തന്നെയാണ്. കോവിഷീൽഡ് ആണ് രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ 3 ഡോസായി നൽകുന്ന സൈഡസ് കാഡിലയുടെ വാക്സിൻ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില വാക്സിനുകൾ, പ്രത്യേകിച്ച്
ഫൈസർ അടക്കമുള്ള വാക്സിനുകൾ, സൈക്കോവ് ഡി എന്ന വാക്സിൻ, ഈ വാക്സിനുകൾക്കെല്ലാം തന്നെ സബ്ജക്ട് കമ്മിറ്റി നേരത്തെ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല. ഈ വാക്സിനുകൾ വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് അടക്കം നൽകുന്നുണ്ട്. അല്പസമയം മുമ്പ് ഡോക്ടർ ന്യൂസ് 18നോട് പ്രതികരിച്ചതുപോലെ കുട്ടികളുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മുതിർന്നവരിലേതുപോലെ അത്രത്തോളം ഫലപ്രദമാണോ ഈ വാക്സിനുകൾ കുട്ടികളിൽ എന്ന സംശയം പല വിദഗ്ധരും മുന്നോട്ട് വെക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്വമേധയാ രോഗപ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് നൽകേണ്ട വാക്സിൻ മുതിർന്നവർക്ക് നൽകുന്ന വാക്സിൻ ആയിരിക്കരുത് എന്ന തരത്തിലും നിരീക്ഷണങ്ങളുണ്ട്. എന്തായാലും പരീക്ഷണ ഘട്ടങ്ങൾ പൂർത്തിയായി വിജയകരമായി പൂർത്തിയാകുന്ന വാക്സിനുകൾക്ക് തന്നെയാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഏതൊക്കെ നിർമ്മാണ കമ്പനികൾക്കും ഏതൊക്കെ വാക്സിനുകൾക്കുമാണ് അനുമതി നൽകിയിട്ടുള്ളത് എന്നതിൽ വ്യക്തതയില്ല. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ വാക്സിൻ നിർമ്മാതാക്കൾ അവർക്ക് ലഭിച്ച അനുമതിയുടെ കാര്യം പുറത്തുവിടും. എന്തായാലും ഇപ്പോൾ കോവാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തുന്നുണ്ട്. ഭാരത് ബയോടെക്കിന്റെ വാക്സിൻ. നന്ദി. ഇടവേള.